നബിയെ എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? എപ്പോഴാണ് നബിയെ ഈ ലോകം അവസാനിക്കുന്നത്? അതേവരെ ആ മനുഷ്യന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞ ആരംഭ പൂവായ റസൂലുള്ള പറയുന്നു, ചോദിക്കപ്പെട്ടാൽ ചോദിച്ച ആളേക്കാൾ കാര്യത്തിൽ വിവരമുള്ളവനല്ല. ചോദിച്ച നിങ്ങൾക്കറിയാമോ എങ്കിൽ എനിക്കും അറിയാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം എന്നാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ്. എനിക്കറിയില്ല എന്നല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂലിനും അറിയില്ല എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന്. എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന് ആഗതനായ മനുഷ്യൻ ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് കൃത്യമായിട്ടറിയില്ല, എന്നാൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള ചില അടയാളങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂല് കുറെ അടയാളങ്ങൾ പറഞ്ഞു. അന്തലിദല്ലമത്തു റബ്ബതഹാ വഅൻതറൽ ഖുഫാത്തൽ ഉറാത്തൽ ആലത റിആ അസ്സായിയതതാവലൂന ഫിൽ ബുനിയാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കുറെ അടയാളങ്ങൾ, സഹോദരങ്ങളെ, അടയാളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോകാവസാനത്തിന് കുറെ അടയാളങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരാൾക്കും തർക്കമില്ലാത്ത ഒരേ ഒരു കാര്യം, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഇനി അധിക നാൾ ആയുസില്ല സഹോദര. ഈ പ്രപഞ്ചം ഇനി അധിക നാൾ നിലനിൽക്കുകയില്ല. ഈ പ്രപഞ്ചം തകരാൻ പോവുകയാണ്. 2009 ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയ സമ്മേളനം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ സർ സ്റ്റീഫൻ ഹോക്കിംഗ്, ജന്മനാ തളർന്നുപോയ, അരയ്ക്ക് താഴ്ഭാഗത്തേക്ക് തളർന്നു പോയി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് 2009 പറഞ്ഞു, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ആരാണ് പറയുന്നത്? ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഈ ലോകം തകരാൻ പോവുകയാണ്. ലോകാവസാനം അടുത്തിരിക്കുകയാണ്. ലോകാവസാനത്തിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് ആഗോള താപനമാണ്, മറ്റൊന്ന് ആണവ വികിരണമാണ്.